രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല, കോടതി ഉത്തരവ് വന്നിരിക്കുക. അല്ല, അത് ജാമ്യം കിട്ടും എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ജയിലിൽ കഴിഞ്ഞ ഒരാളേ ഉള്ളൂ. അത് രാഹുൽ ഈശ്വരാണ്. വേറെ ഒരാളും ആദ്യത്തെ കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ജയിലിൽ കഴിഞ്ഞില്ല, വേറെ ഒരാളും ജയിലിൽ കഴിഞ്ഞില്ല. പക്ഷേ ജയിലിൽ കഴിഞ്ഞ ഒരാളുള്ളത് രാഹുൽ ഈശ്വരനാണ്. രാഹുൽ ഈശ്വരൻ അടക്കമുള്ള രാഹുൽ മാങ്കൂട്ടം ഫാൻസ് അസോസിയേഷൻ പറഞ്ഞിരുന്നതാണ് ജാമ്യം കിട്ടുമെന്ന്. പക്ഷേ ജാമ്യം കിട്ടാനുള്ള സാധ്യത തുലവും വിരളമാണ്. കാരണം ഇയാളൊരു സ്ഥിരം കുറ്റവാളിയാണ്. ഒരു കേസല്ല ഇയാളുടെ പേരിലുള്ളത്. ആദ്യത്തെ കേസിൽ ജാമ്യം കൊടുത്തു, മുൻകൂർ ജാമ്യം കൊടുത്തു. പക്ഷേ ഇത് മൂന്നാമത്തെ ബലാത്സംഗ കേസാണ്. അപ്പോൾ ഒരു പ്രിഡേറ്ററാണ് ഇയാൾ, ഹാബിച്വൽ റേപ്പിസ്റ്റാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ജാമ്യം കൊടുത്ത് അയാളെ പുറത്തേക്ക് വിടുന്നത് സാമൂഹിക സുരക്ഷിതത്വത്തിനെതിരായിട്ടുള്ള കാര്യമാണ്. ഒരു ക്രമവും സമാധാനവും കാക്ഷിക്കുന്ന ഒരു സമൂഹത്തിനും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ കാരണം. ക്രമസമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹത്തിനും ഇത് അംഗീകരിക്കാനായിട്ട് സാധ്യമേ അല്ല. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ. അതാണ് കോൺഗ്രസ്സുകാരുടെ ഏറ്റവും വലിയ കാപട്യമാണ് ഇത് കാണിക്കുന്നത്. ഒന്നാമത്തെ കാരണം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രീതിയിൽ സ്ത്രീ വിരുദ്ധമായ സമീപനത്തോടു കൂടി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന ഒരു ക്രിമിനലാണ് എന്നുള്ള കാര്യം കോൺഗ്രസ്സിൽ അറിയാത്ത എത്ര നേതാക്കളുണ്ട്. വി.ഡി. സതീശൻ അറിയാമായിരുന്നു, രമേശ് ചെന്നിത്തലക്ക് അറിയാമായിരുന്നു, സണ്ണി ജോസഫിന് അറിയാമായിരുന്നു, പിന്നെ അടൂർ പ്രകാശിന് അറിയാമായിരുന്നു, കെ.സി. വേണുഗോപാലിന് അറിയാമായിരുന്നു. ആർക്കാണ് അറിയാത്തത്? ഷാഫി എല്ലാം മറച്ചു വയ്ക്കുകയും ചെയ്തു. ഷാഫിയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആസൂത്രണത്തിൻ്റെ പിന്നിലുള്ള ഒരാളാണ് ഷാഫി. കാരണം ഷാഫി തൻ്റെ തനിക്ക് പകരമുള്ള തൻ്റെ പ്രതിപുരുഷനായി അംഗീകരിച്ചിരിക്കുന്ന ഒരാളാണ്. ആ പ്രതിപുരുഷന് ഈ തരത്തിലുള്ളൊരു സ്വഭാവമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും പരാതി പറഞ്ഞിട്ടുണ്ട്. കെ.സി. വേണുഗോപാലിൻ്റെ ഭാര്യ അടക്കം പരാതി പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോൾ ഇതെല്ലാം ഇവർക്കറിയാവുന്നതാണ്. അയാളെ സംരക്ഷിക്കാവുന്നതിൻ്റെ പരമാവധി സംരക്ഷിച്ചു. നിവൃത്തിയില്ലാത്ത ഘട്ടം വന്നപ്പോഴാണ് പുറത്താക്കിയത്. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ മാതൃകയായിരുന്നു. നിങ്ങൾ മാതൃകയല്ല. കാരണം ഇത്തരത്തിൽ സാമൂഹിക വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ഒരുവൻ ക്രമവും സമാധാനവും കാക്ഷിക്കുന്ന ഒരു സമൂഹത്തിന് അനഭിമതനാണ് എന്ന് കണ്ടെത്തി അവനെ പാർട്ടിയിൽ നിന്ന് നീക്കാനും ഇത്തരം നടപടിക്രമങ്ങൾക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാനും ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഇവനെ സഹായിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടാണ് ഇവർ പറയണത് ഞങ്ങളിപ്പോൾ നിങ്ങൾ മാതൃകയേ അല്ല. നിങ്ങൾ ആരെ പറ്റിക്കാനാണ് നിങ്ങൾ ഈ മാതൃകയാണെന്ന് പറയണത്? നിങ്ങൾ മാതൃകയേ അല്ല. അതിന് പറയുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? മറ്റ് പാർട്ടികളിലെ ബലാത്സംഗക്കാർക്ക് ആ പാർട്ടികൾ നടപടി സ്വീകരിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങളും സ്വീകരിക്കില്ല. ഇതൊരു ന്യായമാണ്. നിങ്ങൾ പറയേണ്ടത് മറ്റ് പാർട്ടികളിലുള്ളവരും കൂടി ഇത് നടപടി സ്വീകരിക്കണമെന്നല്ലേ ആവശ്യപ്പെടേണ്ടത്. അതുകൊണ്ട് ഞാനും കക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളവിന് ന്യായീകരണമാകുമോ? അവിടെ ബലാത്സംഗക്കാരുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ ബലാത്സംഗക്കാരുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാകുമോ? അതെങ്ങനെ ശരിയാകുന്ന? ഇവർ പറഞ്ഞിരുന്ന ന്യായീകരണം അതാണ്. ഇവരൊന്നും പറഞ്ഞിരുന്നില്ല. ഇപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബഹിഷ്കര പ്രാണൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഫെനി നൈനാൻ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ വിരാജിക്കാണ്. അയാൾ KSU നേതാവാണ്. ഇവരാരെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയട്ടെ.
ആ പയ്യൻ KSUവിൻ്റെ നേതാവാണ്. KSU പോലുള്ളൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരിക്കുന്ന ഒരുത്തൻ അതിജീവിതകളെ അധിക്ഷേപിച്ചുകൊണ്ട് സ്ത്രീ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും എന്ത് നടപടി എടുത്തിട്ടുണ്ട്? ഒരു നടപടി പറയട്ടെ. എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് പറയണ ഞങ്ങൾ മാതൃകാപരമായി ഉള്ള നടപടി എവിടെ മാതൃകാപരമായിട്ട്? നിങ്ങൾക്കറിയാവുന്ന കാര്യം നിങ്ങൾ മറച്ചു വച്ചില്ലേ? അതിനാര് സമാധാനം പറയും? നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വെച്ചു. നിങ്ങൾ അവരെ ശിക്ഷിക്കേണ്ടതായിരുന്നില്ലേ? നിങ്ങൾ ശിക്ഷിച്ചില്ല. നിങ്ങൾ അവരെ തടയേണ്ടതായിരുന്നു, നിങ്ങൾ തടഞ്ഞില്ല. നിങ്ങളവരെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാക്കാനും അതിനുശേഷം MLA ആക്കാനും അതിനുശേഷം പാർട്ടിയിൽ നിങ്ങളുടെ ശത്രുക്കളെ ചീത്ത വിളിക്കാനും നിങ്ങൾ ഉപയോഗിച്ചു. നിങ്ങളോട് എതിർപ്പുണ്ട് എന്ന് കരുതി നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന ഒരൊറ്റ കാര്യം കൊണ്ട് കോൺഗ്രസ്സിലുണ്ടായേക്കണ ഏറ്റവും വലിയ നേതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന K. കരുണാകരൻ്റെ മകൾ പത്മജയെ അവരുടെ തന്തയ്ക്ക് വിളിപ്പിച്ചില്ലേ നിങ്ങൾ? നിങ്ങൾ ആരെങ്കിലും അതിനെ തള്ളിപ്പറഞ്ഞു? നിങ്ങൾ എന്തെങ്കിലും ഒരു നടപടി അയാൾക്കെതിരെ എടുത്തു? ഇല്ലല്ലോ. ന്യായീകരിച്ചു. നിങ്ങൾ ന്യായീകരിച്ചു. ഇതൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ മാതൃകാപരമായി ചെയ്തില്ലേ എന്ന് പറഞ്ഞാൽ ആരോടാണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ മാതൃകയല്ല എന്ന് മാത്രമല്ല, നിങ്ങൾ നിരോധിക്കപ്പെടേണ്ട ഒരു കർമ്മപരിപാടിയുടെ ഉടമകളാണ് എന്നുകൂടി പറയേണ്ടി വരും എന്നുള്ളതാണ് സത്യം. കാരണം അത്ര മോശമായിട്ടാണ് നിങ്ങൾ ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ. അതിനുശേഷം കോൺഗ്രസ്സുകാർ ഇയാൾക്ക് സംരക്ഷണം ഒരുക്കി നടന്നില്ലേ? പാലക്കാട് മാത്രമല്ല, ഇയാൾ പോകുന്ന എല്ലായിടത്തും, പാലക്കാട് മാത്രമല്ല ഇയാൾ പോകുന്ന എല്ലായിടത്തും സംരക്ഷണം ഒരുക്കിയില്ലേ നിങ്ങൾ? അതെ. ആർക്ക് വേണ്ടി ഒരുക്കി? ഈ ഒരു സീരിയൽ റേപ്പിസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ സംരക്ഷണം ഒരുക്കി. ആ പാർട്ടിക്കാർക്കെതിരെ നിങ്ങൾ എന്ത് ചെയ്ത്? ഒന്നും ചെയ്തില്ലല്ലോ. ഇപ്പോഴും KSUക്കാർ, ഇയാളുടെ യൂത്ത് കോൺഗ്രസ്സുകാർ ഇയാളുടെ കൂടെ നടക്കുന്നില്ലേ? അവർക്കെതിരെ നിങ്ങൾ എന്ത് ചെയ്ത്? യാതൊന്നും ചെയ്യുന്നില്ലല്ലോ. പിന്നെ ഇത് ചോദിക്കുന്ന സമയത്ത് നേതാക്കൾ രോഷം കൊണ്ടിട്ട് ഒരു കാര്യവുമില്ല. ആകെ ഈ പാവം മാധ്യമപ്രവർത്തകർ പാവങ്ങളായതുകൊണ്ട് നിങ്ങളുടെ രോഷം കാണുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ രോഷം കാണാൻ ആർക്കാ താല്പര്യം? നിങ്ങളാണ് ഇവരെ വളർത്തി ഇങ്ങനത്തെ ഒരു സാമൂഹിക വിരുദ്ധനെ വളർത്തി വലുതാക്കിയിട്ട് ഈ രാജ്യത്ത് മനുഷ്യർക്ക് ജീവിക്കാൻ കൊള്ളാത്ത ഒരു അന്തരീക്ഷം ഒരുക്കുന്നതിന് വേണ്ടി കൂട്ടുനിന്നത് നിങ്ങളാണ്. അതിന് നിങ്ങൾ ലോകത്തോട് സമാധാനം പറയണം. സർ, പക്ഷേ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാവി എന്താ? രാഷ്ട്രീയ ഭാവി ഉണ്ടാകുമോ? ഇനി രാഷ്ട്രീയത്തിലേക്ക് വരാൻ കഴിയുമോ? ജയിലിൽ നിന്ന് ഇറങ്ങട്ടെ, എന്നിട്ട് വേണ്ടി രാഷ്ട്രീയം തീരുമാനിക്കാം. തുടരാൻ കഴിയുമോ രാഷ്ട്രീയത്തിൽ? ജയിലിൽ നിന്ന് ഇറങ്ങിയാലല്ലേ പറ്റുള്ളൂ. ജയിലിൽ നിന്ന് ഇറങ്ങിയിരിക്കട്ടെ, എന്തായാലും ജാമ്യം. ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ സ്വീകരിക്കും, ഒരു സംശയം വേണ്ട. കാരണം അത്രയും ആ സംഘടന അധപ്പതിച്ചു കഴിഞ്ഞു. ഏത് വ്യഭിചാരിക്കും അഭയസ്ഥാനം ഒരുക്കി കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ട്, ഏത് ബലാത്സംഗക്കാരനും അഭയസ്ഥാനം ഒരുക്കി കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ട് അത് മാറി. എതിർക്കുന്ന സ്ത്രീകളെ അവർ നിശബ്ദരാക്കുന്നു. മഹിളാ കോൺഗ്രസ്സിലെ കുറേ പേര് എതിർത്തില്ലേ? അവരുടെയൊക്കെ അവസ്ഥ ഇന്ന് എന്താണ്? അവരൊക്കെ നിശബ്ദരാക്കുന്നു. ഇത് വെറും വ്യഭിചാരത്തിൻ്റെ കഥയല്ല, ഇത് ക്രൂരമായ ബലാത്സംഗത്തിൻ്റെ കഥയാണ്. വെറും വ്യഭിചാരമാണെങ്കിൽ വ്യഭിചാരം, അത് ഉഭയസമ്മതപ്രകാരം. ഇത് ക്രൂരമായ ബലാത്സംഗമാണ്. എന്നിട്ടോ ഭ്രൂണഹത്യക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ടോ ഇരയാക്കപ്പെടുന്നവളെ ശാരീരികമായിട്ട് മർദ്ദിക്കുന്നു. ഇത് മനോരോഗമാണ്. ആ ഒരു മനോരോഗിയുടെ മുന്നിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അടിയറ വെച്ചവരാണ് ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്നവരൊക്കെ. അവർക്കതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധ്യമേ അല്ല. അവരെന്താ ചെയ്തത് തെറ്റ്? ഇതാണ് ചെയ്തത് തെറ്റ്. അവർ നിലക്ക് നിർത്തേണ്ട ഒരുത്തനെ നിലക്ക് നിർത്തിയില്ല എന്ന് മാത്രമല്ല, ഈ സമൂഹത്തിൽ അവരുടെ കുടുംബക്കാർ പരാതി പറഞ്ഞില്ലേ?
ഒരു MP അദ്ദേഹത്തിൻ്റെ മകളുടെ ദുരനുഭവത്തെക്കുറിച്ച് ഇവരോടൊക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞില്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ മാതൃകാപരമായി ശിക്ഷിച്ചില്ലേ എന്ന്. ആരുടെ അടുത്താണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ ആരെയാണ് ഈ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങളുടെ പ്രവൃത്തി ജനങ്ങൾ കാണുന്നുണ്ട്. ഇനി നിങ്ങൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ജയിച്ചു, അതിൻ്റെ പേരിൽ നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ ന്യായീകരിക്കപ്പെട്ടു എന്നാണ് നിങ്ങൾ പറയുന്നതെന്നുണ്ടെങ്കിൽ, ഒരു നൂറ്റാണ്ട് കാലം നിങ്ങളെ ജനങ്ങൾ ന്യായീകരിച്ചാലും അത് തെറ്റാണ് എന്ന് പറയാൻ കഴിയുന്ന കുറേ പേര് ഈ ലോകത്തുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ഇതൊരു മഹാപ്രസ്ഥാനം എന്നൊക്കെ നിങ്ങൾ പറയുമല്ലോ ഇടക്കിടക്ക്. ആ മഹാപ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. പിന്നെ എന്ത് പറയാനായിട്ടാണ്? രാഹുൽ ഗാന്ധിയല്ലേ നേതൃത്വം കൊടുക്കുന്നത്. ഇത്രയൊക്കെ വരൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് ഏറെ നന്ദി. നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണയാണ് ഞങ്ങൾക്ക് കരുത്തേകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക, ചാനലിനുള്ളിലേക്ക് പ്രവേശിക്കുക, സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അതുപോലെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇന്ത്യ ലൈവിൻ്റെ പുണ്യം എന്ന ആധ്യാത്മിക ചാനലുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ആധ്യാത്മിക സംശയങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ജ്യോതിഷം, വിശ്വാസം, അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും അതിനകത്ത് ലഭ്യമാകുന്നുണ്ട്. പുണ്യം എന്ന ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.